നമസ്കാരം. നമ്മൾ മോദിക്കൻ്റെ വെൽ സപ്ലിമെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ സാധാരണ കേൾക്കുന്നതാണ് ഇതൊരു മരുന്നല്ല, ഇത് സപ്ലിമെൻ്റാണ്. അപ്പോൾ നമ്മൾ മരുന്ന് സപ്ലിമെൻറ്റ് നമ്മൾ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സപ്ലിമെൻറ്റ്സ്? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജവും രോഗപ്രതിരോധ ശക്തിയും എനർജിയും ഒക്കെ ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ആ ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം നടക്കുന്നത്. അതുപോലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ ഉള്ളിലോട്ട് പോയില്ലെങ്കിലോ, നമുക്ക് ആവശ്യമുള്ള പോഷകഗുണങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിലോ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇന്നത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വളരെ ബിസി ലൈഫാണ്. എന്താണ് കഴിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കഴിച്ചെന്ന് വരുത്തുകയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരവസരത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകഗുണങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ രോഗികളായി മാറും. നമ്മുടെ ശരീരം തളരും, അതുപോലെ ബോൺസിന് പ്രോബ്ലം, കണ്ണുകൾക്ക് പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഈ നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാത്ത പോഷകങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത്. എന്നാൽ മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഒരു പെട്ടെന്നുള്ളൊരു റെമഡിയാണ് നമുക്ക് മരുന്ന് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെടി പെട്ടെന്ന് വാടി അത് ചരിഞ്ഞ് അല്ലെങ്കിൽ തണ്ടതിൻ്റെ വളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു കമ്പ് വെച്ച് നേരെ നിർത്താം. ആദ്യം നമ്മൾ ചെയ്യുന്നത് അത് നേരെ നിർത്തുക എന്നുള്ളതാണ്. അതാണ് മരുന്ന് ചെയ്യുന്നത്. എന്നാൽ ആ കമ്പ് വെച്ച് കെട്ടുന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ചെടി നേരെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനടിയിൽ വെള്ളം എന്താണ് അതിന് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണോ വളമാണോ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണിൽ. എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ സപ്ലിമെൻറ്റ്സ് ചെയ്യുന്നത്. സപ്ലിമെൻറ്റ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് അസുഖം വന്നത്, എന്തിൻ്റെ കുറവ് കൊണ്ടാണ് വന്നത്, അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അയാളുടെ വെയ്റ്റിൻ്റെ ആനുപാതികമായിട്ട് 60 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം ഇൻടേക്ക് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ ഇന്ന് ഫുഡിൽ 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കാൻ പറ്റുന്നു 60 കിലോ ഉള്ള ഒരാൾക്ക്. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ഡെഫിഷ്യൻസി കൂടിക്കൂടി വരികയും പ്രോട്ടീൻ അഭാവം കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളും ബാധിക്കുകയും ചെയ്യും. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ കഴിക്കാം. അല്ല വൈറ്റമിൻസ് ആണ് നമ്മൾ കഴിക്കാൻ പറ്റാത്തതെങ്കിൽ ഫുഡിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻസിൻ്റെ മൾട്ടി വൈറ്റമിൻ മിനറൽസ് ഉണ്ട്. അതുപോലെ ഓരോ വൈറ്റമിൻസിൻ്റെയും നമുക്ക് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മരുന്നും സപ്ലിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു.